ഇവയിൽ ഡി എൻ എയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഇവയിൽ ഡി എൻ എയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഏതാണ്? യുറാസിൽ. അടുത്ത ചോദ്യം, ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏത്? ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉത്തരം കിട്ടിയോ? ജനിതക എഞ്ചിനീയറിംഗ്. അടുത്ത ചോദ്യം, ചൊവ്വയിൽ ജീവന്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു ഇവയിൽ ഏതാണ്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയുടെ പിൻകോഡ് അല്ലെ, ഇവയിൽ സുപ്രീം കോടതിയുടെ പിൻകോഡ് നമുക്കെല്ലാവർക്കും അറിയാലോ. എത്രയാണ്? കിട്ടിയോ? 110 201 അല്ലേ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, സിറിയയിൽ ആഭ്യന്തര കലാപകാരികൾക്കു നേരെ ഒളിവിൽ രാസായുധം പ്രയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടു. ഏതായിരുന്നു ആ വാതകം? ചോദ്യം നല്ലപോലെ വായിക്കണേ, ശ്രദ്ധിക്കണേ. സിറിയയിൽ ആഭ്യന്തര കലാപകാരികൾക്ക് നേരെ ഒളിവിൽ രാസായുധം പ്രയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടു. ഏതായിരുന്നു ആ വാതകം? ഏതായിരിക്കാം? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ ബി സെരിൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അല്ലെ, അപ്പൊ ഏത് പേരിലായിരിക്കും? ഉത്തരം കിട്ടിയോ? ഉത്തരം ഓപ്ഷൻ എ. മറക്കല്ലേ, ഓപ്ഷൻ എ. ഏതാണ്? ഓപ്പറേഷൻ ബ്ലോംസം സ്പ്രിങ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില രഹിത സംസ്ഥാനമായി 2013 ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ പുകയില രഹിത സംസ്ഥാനമായി 2013 ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏത്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ഏതാ? ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? എവിടെയാണ്? ഉത്തരം ത്രിപുര. അടുത്ത ചോദ്യം, കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാത ഏത്? കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാത ഏത്? ഉത്തരം വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ. നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? എന്തായിരിക്കാം? ഉത്തരം മത്സ്യബന്ധനം. ഓപ്ഷൻ ഡി, മത്സ്യബന്ധനം. അടുത്ത ചോദ്യം, അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആരാണ്? ശ്രീ ശങ്കരാചാര്യർ. ആരാണ്? ശ്രീ ശങ്കരാചാര്യർ. ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഒഡീഷ. ഓപ്ഷൻ സി, ഒഡീഷ. അടുത്ത ചോദ്യം, സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? അഹമ്മദാബാദിലാണ് കേട്ടോ. എവിടെയാണ്? അഹമ്മദാബാദ്. ആരുടെ നിരാഹാര ജീവത്യാഗം മൂലമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചത്? ആരുടെ നിരാഹാര ജീവത്യാഗം മൂലമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചത്? ആരുടെ ആയിരിക്കും? ഓപ്ഷൻ ഡി, പോറ്റി ശ്രീരാമലു. ആരുടെയാണ്? പോറ്റി ശ്രീരാമലു. അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഏത് രാജ്യത്തിൽ നിന്നായിരിക്കും? ഉത്തരം കിട്ടിയോ? ഉത്തരം ഓപ്ഷൻ ബി. ഏതാണ്? USSR. അടുത്ത ചോദ്യം,
സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന് സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ 10 എന്നാണ് ഡിസംബർ 10. അടുത്ത ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? ഇത് പലപ്പോഴേ ചോദിച്ച ഒരു ചോദ്യമാണേ. അപ്പോൾ നോക്കെ എന്തായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് ഉത്തരം? യാന്ത്രികോർജം. എന്താണ്? വൈദ്യുതോർജം. അടുത്ത ചോദ്യം, ദേശീയ കർഷക ദിനം ഡിസംബർ 23 ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണിത്? ദേശീയ കർഷക ദിനം ഡിസംബർ 23 ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണ് ഇത്? ആരുടെ ആയിരിക്കും? ചൗധരി ചരൺ സിംഗ്. ആരുടെയാണ്? ചൗധരി ചരൺ സിംഗ്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഏത് ഇന്ധനമായിരിക്കും? ഓപ്ഷൻ ഡി. ഏതാണ്? ഡീസൽ ആണ്. ഏതാണ്? ഡീസൽ. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ. കുട്ടനാട്. അടുത്ത ചോദ്യം, കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് ഏത്? ചോദ്യം ശ്രദ്ധിച്ചോണേ. അപ്പൊ ഇതിലേതായിരിക്കാം ശരിയായ ഉത്തരം? ഉത്തരം പാതിരാമണൽ. ഓപ്ഷൻ ബി. പാതിരാമണൽ. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആര്? 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ സി. EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര്? കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ്? ജ്യോതി വെങ്കിടാചലം. അടുത്ത ചോദ്യം, ദേശമറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശമറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ സി. ഓണം. അടുത്ത ചോദ്യം, മൈക്കല നിരകളിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏത്? ഏത് നദിയായിരിക്കും? ഉത്തരം മഹാനദി. അടുത്ത ചോദ്യം, ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ 1956 സ്ഥാപിതമായ ഇരുമ്പുരുക്കശാല ഏത്? ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ 1956 സ്ഥാപിതമായ ഇരുമ്പുരുക്കശാല ഏതാണത്? ഉത്തരം റൂർക്കേല ഇരുമ്പുരുക്കശാല. ഏതാണ്? റൂർക്കേല. അടുത്ത ചോദ്യം, ജൂമിംഗ് എന്നറിയപ്പെടുന്ന കൃഷിരീതി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ഉത്തരം നിക്കോബാർ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം ഏത്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം ഏത്? ഉത്തരം കുറിച്യർ കലാപം. ഏതാണ്? കുറിച്യർ കലാപം. അടുത്ത ചോദ്യം, കാസി വിപ്ലവം നടന്നത് എവിടെയാണ്? കാസി വിപ്ലവം നടന്നത് എവിടെയാണ്? എവിടെയായിരിക്കും? ഉത്തരം മേഘാലയ. അടുത്ത ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് എവിടെ വെച്ച് നടന്ന സമ്മേളന തീരുമാന പ്രകാരമാണ്? ചേരിചേരാ പ്രസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് എവിടെ വെച്ച് നടന്ന സമ്മേളന തീരുമാന പ്രകാരമാണ്? എവിടെയായിരിക്കാം? ഉത്തരം ബെൽഗ്രേഡ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തലവന്മാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ലഫ്റ്റനന്റ് ഗവർണർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനാര്? ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനാര്? ഉത്തരം സുപ്രീം കോടതി. അടുത്ത ചോദ്യം,
ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മെൻഡാമസ് റിട്ട്. ഓക്കെ.